ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് അരുണാചൽ പ്രദേശിൽ കേരളത്തിൽ നിന്ന് പോയ വിനോദസഞ്ചാരികൾ കുടുങ്ങിയിട്ടുണ്ട്. ഹയുലാങ്ങിലാണ് മലയാളികൾ ഉൾപ്പെടെ കുടുങ്ങിയത് എന്നതാണ്. കോഴിക്കോട്ട് നിന്ന് പോയൊരു അമ്മയും മകളും ഈ സംഘത്തിലുണ്ട്. പ്രദേശത്ത് വൈദ്യുതിയും ഇന്റർനെറ്റും ഇല്ല. വല്ലോങ്ങിലും 7 പേരുടെ സംഘം കുടുങ്ങി എന്ന സംശയമുണ്ട്. ഇപ്പോൾ ഈ സംഘത്തിലുള്ള ഒരാൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. എവിടെയാണ് കുടുങ്ങിയിട്ടുള്ളത്? താങ്കൾ നിലവിലെ സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കാമോ? മാം, ഞങ്ങളിപ്പോൾ ഉള്ളത് ഹൈലോങ്ങിലാണ്. നിയർലി 3 ദിവസമായി ഞങ്ങൾ ഇവിടെ കുടുങ്ങിയിട്ട്. കാരണം പോണ വഴിക്ക് മുഴുവൻ ലാൻഡ് സ്ലൈഡുകളും പാറവീഴ്ചയും അതുപോലെ തന്നെ പോകുന്ന വഴിയെല്ലാം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയുള്ളൊരു ഹോം സ്റ്റേയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ. പക്ഷേ ഈ ഹോം സ്റ്റേയിൽ കറണ്ടും ഇല്ല, നെറ്റ്വർക്കും ഇല്ല. നെറ്റ്വർക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോകുമ്പോഴാണ് ഇത്തിരി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വിളിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ ആക്ച്വലി വളരെ മോശമാണ്. ഞങ്ങളുടെ കൂടെ ഇവിടെ ഒരു 7 പേരുടെ സംഘം കൂടിയുണ്ട്. ഇവിടെ എല്ലാ വഴിയും ഇടിഞ്ഞ് പോകുന്ന. ഇന്നലെ ഞങ്ങൾ റോയിങ് എന്ന് പറഞ്ഞ ഇവിടെ ടൗണിലേക്ക് യാത്ര തിരിച്ചതാണ്. പക്ഷെ പോണ വഴിക്ക് വഴി ഇടിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഇതാണ് പാറവീഴ്ചയുമാണ് ഇവിടെ ഉള്ളത്. മഴ 3 ദിവസമായിട്ട് നിർത്താണ്ട് പെയ്യാണ്. അതുകൊണ്ട് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾ ടൂറിസ്റ്റുകളായി അങ്ങോട്ടേക്ക് പോയവരാണോ? അതെ, ഞങ്ങൾ ടൂറിസ്റ്റുകളായിട്ട് വന്നതാണ്. ഡോങ് വാലിയിലേക്ക്. ഞങ്ങൾ 2 പേരാണ്, ഞാനും അമ്മയും. ഇവിടെ മറ്റേ സംഘം അവരൊരു 7 അധ്യാപകരാണ്. 7 പേരാണ്. അത് കേരളത്തിൽ നിന്നുള്ള നിങ്ങൾ 2 പേരാണുള്ളത്? അല്ല, അവരും കോഴിക്കോട് നിന്നുള്ളവർ തന്നെയാണ്. അപ്പൊ എത്ര പേരുണ്ട് കേരളത്തിൽ നിന്നുള്ള? 9 പേര്. ഇവരെല്ലാരും കുടുങ്ങിയിരിക്കുന്ന ഈ ഹൈലാങ് എന്ന് പറയുന്ന സ്ഥലത്താണോ? അതെ അതെ, ഹൈലോങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 9 പേർ കുടുങ്ങിയിട്ടുണ്ട്. 9 പേര് കുടുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു ഹോം സ്റ്റേയിലാണ് ഉള്ളത്. നിങ്ങൾക്ക് ആരെങ്കിലും അധികാരികളെ ബന്ധപ്പെടാൻ കഴിഞ്ഞോ? ഞങ്ങള് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടത്തെ ഒരു അധികാരികളെ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. മെസ്സേജ് അയച്ചത് അങ്ങോട്ടേക്ക് പോകുന്നില്ല മാം. ഇവിടെ വാട്സാപ്പ് ഒന്നും കിട്ടുന്നില്ല. ശരി, അപ്പൊ നിങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോ ആ റിസോർട്ടിൽ താമസിക്കുകയാണ്? റിസോർട്ടിൽ താമസിക്കും. പക്ഷെ ഇവിടെ കറണ്ട് ഒന്നുമില്ല. റിസോർട്ടിന്റെ പുറകിലും പാറ വീഴുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് സാധാരണ ഇത് സംഭവിക്കുന്നതാണോ അതോ അപ്രതീക്ഷിതമായി വന്ന മഴയും മണ്ണിടിച്ചിലുമായിരുന്നോ? മാം, ആക്ച്വലി ഇവിടുത്തെ ഞങ്ങൾ ഇവിടെ ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ പറയുന്നത് മെയ് മിഡ് ആവുമ്പോഴാണ് ഇവിടെ മഴ വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിപ്പോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. നിർത്താണ്ട് 3 ദിവസമായിട്ട് പെയ്യുന്ന മഴ. ഞങ്ങൾ ആക്ച്വലി യാത്രയ്ക്ക് പോകുന്ന വഴിക്ക് ഈ നദിയൊക്കെ ഡ്രൈ ആയി കല്ല് മാത്രമായിട്ട് കിടക്കുന്ന നദിയായിരുന്നു. അപ്രതീക്ഷിതമായുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഉറപ്പ് കിട്ടിയോ ഇതിനോടകം? ഒന്നും കിട്ടിയിട്ടില്ല മാം. 30-ാം തീയതി വരെ ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ. ഇവിടെ കിടക്കേണ്ടി വരുന്നതാണ് പറഞ്ഞത്. 28-ാം തീയതിയാണ് ഞങ്ങളുടെ റിട്ടേൺ ഫ്ലൈറ്റ് ഉള്ളത്. ശരി, അപ്പൊ നമുക്ക് ഏതായാലും ഇത് നാളെ രാവിലെ ഒന്ന് യാത്ര തിരിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹോട്ടലിലെ സ്റ്റാഫ് വഴി മുഴുവൻ ഇടിഞ്ഞൊരു വീഡിയോ കൊണ്ടുവന്ന് തന്നത്. ഞാൻ ആ വീഡിയോ നാട്ടിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നെറ്റ് പോകുന്നില്ല. ഞങ്ങൾ ഇന്നലെ പോയ വഴിയായിരുന്നു, അത് മൊത്തം ഇടിഞ്ഞ് കൊക്കയിലേക്ക് പോയി ആ വഴി. ശരി, എന്താണ് ചെയ്യാൻ കഴിയുന്നത് നോക്കാം. ഇത് നമ്മുടെ അധികൃതർ അവരുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ഏതായാലും സുരക്ഷിതരായിരിക്കൂ, ഭയപ്പെടാതെ ഇരിക്കൂ. താങ്ക് യു.